തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ വിശേഷങ്ങളാണ് ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കാലം ഇടതുമുന്നണിക്കൊപ്പം നിന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്രം. അതേസമയം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും UDF-നെയും ഇടതുമുന്നണിയെയും മാറി മാറി വരിക്കുകയാണ് തൃശൂർ. ഇത്തവണ ഇടതുമുന്നണിക്ക് വേണ്ടി മണ്ഡലം നിലനിർത്താൻ കളത്തിലിറങ്ങിയിരിക്കുന്നത് മുൻ MLA-യും CPI പ്രതിനിധിയുമായ രാജാജി മാത്യു തോമസ് ആണ്. UDF-ന് വേണ്ടി മത്സരത്തിനിറങ്ങിയിരിക്കുന്നത് DCC പ്രസിഡന്റും മുൻ MLA-യും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റുമായ TN പ്രതാപൻ. കാത്തിരിപ്പിനൊടുവിൽ അനിശ്ചിതത്വത്തിനൊടുവിൽ NDA-യ്ക്കും സ്ഥാനാർത്ഥിയായി. താൻ തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് BDJ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് തൻ്റെ 3ാം ഘട്ട പ്രചരണ പരിപാടിയിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ തന്നെ വന്നതുകൊണ്ട് തന്നെ അതിനൊരു സൗകര്യം പ്രചരണ രംഗത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മണ്ഡലഘട്ടത്തിൻ്റെ മുക്കിലും മൂലയിലുമെത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ തൃശ്ശൂർ മണ്ഡലം പരമ്പരാഗത വ്യവസായങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു കാലത്ത് നല്ല രീതിയിൽ പോയതായി. ഇപ്പം അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം മേഖലയ്ക്ക് താങ്കൾക്ക് നൽകാൻ വാഗ്ദാനം എന്താണ്? അല്ല, ഇത് പരമ്പരാഗതമായിട്ടുള്ള വ്യവസായവൽക്കരണത്തിന്റെ എപ്പോഴുള്ള പ്രശ്നങ്ങളിലൊന്ന് അത് മൂലധന താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. താൽക്കാലിക നേട്ടങ്ങൾക്കപ്പുറം സ്ഥായിയായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള വികസനത്തെക്കുറിച്ചോ അവർക്കൊരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തകർന്നു പോയ പരമ്പരാഗത വ്യവസായങ്ങളുടെ സ്ഥാനത്ത് പുതിയ സാമ്പത്തിക മേഖലകൾ കെട്ടിപ്പടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലയിൽ 5000-ൽ പരം ഏക്കർ സ്ഥലം കളിമൺ ഖനനം നടത്തി, ഓട് വ്യവസായത്തിന് വേണ്ടി കളിമൺ ഖനനം നടത്തി പാഴും ശൂന്യവുമായി കിടക്കുന്നുണ്ട്. ആ പ്രദേശം മത്സ്യകൃഷിയും ടൂറിസവും അടക്കമുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്ന് ഉൽപാദനക്ഷമമാക്കാനും ലാഭകരമായി പ്രവർത്തിക്കുന്ന സംരംഭങ്ങളാക്കി മാറ്റാനും ഉള്ള ഒരു പദ്ധതി ഞങ്ങളുടെ പരിഗണനയിൽ, സജീവ പരിഗണനയിലുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മേഖല വളരെ ശ്രദ്ധാപൂർവം കണക്കിലെടുക്കുമെന്നാണ് പറയാനുള്ളത്. നെൽകൃഷിയുടെയും നാളികേര കൃഷിയുടെയും പ്രശ്നങ്ങളാണ്. ഈ കാർഷിക മേഖലയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുള്ള സംരംഭങ്ങൾ ആരംഭിച്ച് നമ്മുടെ കാർഷിക രംഗത്ത് ഒരു പുതുജീവൻ നൽകാൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ വലിയ ശ്രമം നടത്തുന്നുണ്ട്. അത് വ്യാപകമായ അടിസ്ഥാനത്തിൽ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ട് മാറും. ജനാധിപത്യ വിശ്വാസികളിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ പൗരത്വം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളിയായി ജനവിധി തേടുന്ന പ്രിയ സുഖാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, ആദിവാസികൾ, സ്ത്രീകൾ, തൊഴിലാളികൾ, കർഷകർ, തൊഴിൽ
കാർഷിക മേഖല, കർഷകരൊക്കെ അത്തരം ആളുകൾക്കുള്ള ഒരു ഇടത് വാഗ്ദാനം എന്താണ്? അല്ല, അത് കോൾ മേഖലയുടെ മാത്രം പ്രശ്നമല്ല. എല്ലാ കാർഷിക മേഖലയും വലിയ പ്രതിസന്ധികളെയാണ് നേരിടുന്നത്. കോൾ മേഖല, നെല്ലുൽപാദനത്തിൻ്റെ മേഖല എന്നുള്ളത് മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് അരി ആഹാരമാണ്. അതുകൊണ്ട് തന്നെ കോൾ മേഖലയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ജില്ലയുടെ ജൈവ വൈവിധ്യത്തിൻ്റെയും പാരിസ്ഥിതിക സന്തുലിത അവസ്ഥയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് കോൾ മേഖല. അപ്പോൾ കോൾ മേഖലയെ സംരക്ഷിക്കുകയും അത് കൂടുതൽ ഉൽപ്പാദനക്ഷമമാക്കി മാറ്റുകയും ചെയ്യുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ആവശ്യമായ ഫണ്ടുകൾ ലഭ്യമാക്കാത്തത് കൊണ്ട്, കേന്ദ്ര ഗവൺമെൻറ് തന്നെ നൽകേണ്ട ഫണ്ടുകൾ ലഭ്യമാക്കാത്തത് കൊണ്ട് അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ കാര്യക്ഷമമായും ഊർജ്ജസ്വലമായും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനും അതുവഴി നെല്ലുൽപാദനം, മത്സ്യത്തിൻ്റെ ഉൾനാടൻ മത്സ്യ ഉൽപാദനം, പച്ചക്കറിയുടെ ഉൽപാദനം, വിനോദസഞ്ചാര വികസനം തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളെ ഭാവനാപൂർണമായിട്ട് സംയോജിപ്പിച്ചാൽ കോൾ മേഖല തൃശ്ശൂർ ജില്ലയുടെ സാമ്പത്തിക സുസ്ഥിരതയുടെ അടിത്തറകളിലൊന്നായിട്ട് വികസിപ്പിക്കാൻ നമുക്ക് കഴിയും. സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ജനാധിപത്യ വിശ്വാസികളിൽ നിങ്ങൾ സ്നേഹപ്പെടുന്ന ലോകത്തെ അറിയുന്ന നമ്മുടെ പ്രിയങ്കരനായ സാരഥി സഖാവ് രാജാജി മാത്യു തോമസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനത്തോട് കരുത്തനായ പോരാളി, ലോക സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായി ലോകമറിയുക, ലോകത്തെ അറിയുക നമ്മുടെ പ്രിയങ്കരനായ രാജാജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി തൃശ്ശൂരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് വോട്ടർമാരെ നേരിൽ കാണുന്നതിനും വോട്ടഭ്യർത്ഥിക്കുന്നതിനുമായി പി എസ് സഖാവിനെ എത്തിച്ചേർത്തിരിക്കുകയാണ്. നന്ദി പറഞ്ഞതിനും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടും ജനാധിപത്യത്തിന്റെ ചൂടാണ്. ഇന്ത്യൻ പാർലമെന്റിനെ ജനകോടികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സമരവേദിയാക്കി മാറ്റാൻ എന്താ പറയാ, അവരിങ്ങനെ കാത്തു നിൽക്കല്ലേ, അവരെ ഈ ചൂടത്തും പിരിഞ്ഞു പോകാതെ കാത്തു നിൽക്കുന്നു. അവരെ അഭിനന്ദിക്കുക, അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. അതിനപ്പുറത്ത് എന്താണ് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ മറ്റു ചൂടൊന്നും പ്രശ്നമല്ലല്ലോ, പ്രശ്നമല്ലാന്നാണ് അവർ തെളിയിക്കുന്നത്. അതിനെ അതിജീവിച്ചാണല്ലോ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ്, ഈ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്.